ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി കൂത്തുപറമ്പ് വളവുപാറ റോഡിലെ മേൽമൂടിയില്ലാത്ത ഓവുചാലുകൾ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. തലശ്ശേരി പള്ളിത്താടം മുതൽ കൂത്തുപറമ്പ് ഭാഗങ്ങളിലെ റോഡുകളിലെ ഇരുവശവുമുള്ള ഓവുചാലിൻ്റെ പല ഭാഗങ്ങളിലും മേൽമൂടിയില്ല. പലയിടങ്ങളിലും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു വീണ് വാഹനയാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവാണ്. ഈ ഭാഗങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും റോഡിന് സമീപത്തുള്ള വീടുകൾക്ക് മുൻവശവും സ്കൂളുകൾക്ക് സമീപവുമാണ് ഓവുചാലുകൾ തുറന്നുകിടക്കുന്നത്. കാടുമൂടിക്കിടക്കുന്ന ഓവുചാലുകൾ പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. റോഡ് പ്രവൃത്തി നടത്തിയവർ ഓവുചാലിന്റെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതായാണ് ലഭിക്കുന്ന വിവരം. തലശ്ശേരി വളവുപാറ റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലാണെന്ന് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP പ്രമോദ് പറഞ്ഞു. ഓവുചാലിന്റെ മേൽമൂടി ഉടൻ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം സമരപരിപാടികൾ നടത്തുമെന്ന് പ്രമോദ് പറഞ്ഞു. വളവുപാറ റോഡ് തലശ്ശേരി കൂത്തുപറമ്പിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും സ്ലാബുകൾ ഇട്ടില്ല. ഒരു 70% പണി മാത്രമാണ് KSP ചെയ്തിട്ടുള്ളത്. ഈ തെറ്റായ നിർമ്മാണം കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അപകടം സംഭവിക്കുന്നു. കാരണം സ്ലാബ് മുഴുവനായിട്ട് മൂടാതെ കൊണ്ട് ചെറിയ ആൾക്കാർ കുഴിയിലേക്ക് പോയി വീഴുക ചെയ്യുന്നു. സ്ലാബ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളക്കെട്ട് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലാബ് ഉണ്ടോ ഇല്ലയെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ റോഡ് സൈഡ് മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മലാലേക്ക് പോകുന്ന റോഡ് 4 മൈലിൽ നിന്ന് മലാലേക്ക് പോകുന്ന റോഡിൻ്റെ ആ ഭാഗത്ത് അങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് ഒരാൾക്കാർക്കും വഴിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാന്ന്. മുഴുവനായി സ്ഥലത്തും വെള്ളം കെട്ടി നിന്നിട്ട് ആൾക്കാർക്ക് വഴിയെ നടക്കാൻ പറ്റുന്നില്ല. ഇതിന് 4-1 അങ്ങോട്ട് രമേശൻ ഡോക്ടർ വീട്ടിൻ്റെ ആ ഭാഗത്തും വെള്ളക്കെട്ട് കെട്ടിയിട്ട് അതിലേ കൂടി ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണം അടുത്ത ദിവസം ഉണ്ടാകുന്നതായിരിക്കും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.